ഹായ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനും ഉണ്ണിയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ഹിഡൻ സ്പോട്ടാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. 360 ഡിഗ്രി വ്യൂ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ആറ്റിങ്ങൽ നഗരൂർ റോഡിൽ പാറമുക്ക് ശ്രീ നാഗരികാവ് ദുർഗാദേവി ക്ഷേത്ര നടയിലൂടെയുള്ള റോഡെയാണ് നമ്മൾ പറഞ്ഞ ഈ ഹിഡൻ സ്പോട്ടിലേക്ക് പോകേണ്ടത്. ദർശനാവട്ടം ദക്ഷിണ കൈലാസം ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അതുവഴിയും ഈ സ്പോട്ടിലേക്ക് എത്താവുന്നതാണ്. പക്ഷേ ഇതുവഴി പോയാൽ കുറേ ദൂരം നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ 2 വീലർ മുതൽ 24 സീറ്റ് വാഹനം വരെ കയറി പോകുന്ന നല്ല കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ ധാരാളം കോറികൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിയിരിക്കുന്നത്. രണ്ടു വശവും പച്ചപ്പ് നിറഞ്ഞ് വളരെ മനോഹരമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ മലയുടെ മുകളിലേക്കുള്ള യാത്ര വല്ലാത്തൊരു ഫീലാണ്. ഇതാ പിന്നെയും കോറി പ്രവർത്തിച്ചിരുന്ന മറ്റൊരു സ്ഥലം. പോകുന്ന വഴിയിലും ദൈവിക സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും വിളക്ക് കത്തിപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാണികവഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. കയറ്റം കയറി വരുന്തോറും പൊന്മുടിയിലേക്കൊക്കെ പോകുന്നൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ തേയിലയില്ല എന്നുള്ളൊരു ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ സ്ഥലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. മനുഷ്യൻ്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ എത്രമാത്രം ദ്രോഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ പൂർവികർ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം മലയുടെ മുകൾ ഭാഗങ്ങളൊക്കെ ദൈവിക സങ്കല്പങ്ങളാക്കി മാറ്റിയത്. അങ്ങനെ ഒരു സങ്കല്പം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കും ഇങ്ങോട്ട് വരേണ്ടി വരത്തില്ലായിരുന്നു. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശ്വരവിശ്വാസമായി ഞാൻ കരുതുന്നത്. ഞങ്ങളങ്ങനെ ദർശനാവട്ടം ദക്ഷിണ കൈലാസത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആയിരവല്ലി ഭഗവാനും ഗണപതിയുമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഈ ഭാഗത്തായിട്ട് നാഗരാജാവും നാഗേഷിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ വലതുവശത്തായിട്ട് വേറെന്തോ ഒരു പ്രതിഷ്ഠയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി അതും കാണാം. അവിടെ നല്ല രീതിയിൽ വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാവും ആലും അങ്ങനെ മറ്റെന്തൊക്കെയോ വൃക്ഷമൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോഴിവിടുത്തെ ഒരു ആൽത്തറയിൽ അപ്പൂപ്പൻ്റെ സങ്കല്പമാണ്. മറ്റേ ആൽത്തറയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഗിരി ദേവതയെന്നാണ്. അപ്പോൾ ഈ ഒരു സങ്കല്പം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ആൽവൃക്ഷമൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ആൽവൃക്ഷം. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടവും അതുപോലെ തന്നെ മഹാദേവൻ്റെ ഒരു ദൈവീക സങ്കല്പം കൂടിയായപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അത് ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയണം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെ മനോഹരമായിട്ടുള്ള 2 കൽവിളക്കുകളുണ്ട്. ഒന്നിൽ മണ്ഡപം തീർത്തിട്ടുണ്ട്, മറ്റേതിൽ കൽവിളക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചെമ്പകമരവും അതുപോലെ അതിൻ്റെ കീഴിലായിട്ട് ഒരു ആൽത്തറയുമുണ്ട്. ഇത് പൂക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും. ഈ കൽമണ്ഡപത്തിനടുത്തായിട്ട് ഒരു ബേസിനിൽ ബബിൾ താമര വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതിലൊരു മൊട്ടുമുണ്ട്. അതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പാറപ്പുറത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽവൃക്ഷമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആൽവൃക്ഷത്തിൽ ധാരാളം തൊട്ടിലും പാവയൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അപ്പം തിരക്കിയപ്പോഴത്തേക്ക് അറിഞ്ഞത് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്നിട്ട് വിശ്വാസപ്രകാരം ഈ തൊട്ടിലും പാവയൊക്കെ ഈ ആൽവൃക്ഷത്തിൽ കെട്ടിയിടും. അപ്പം കെട്ടിയിട്ട് കഴിഞ്ഞ് പോകുന്ന ഒരുപാട് പേർക്ക് കുട്ടികളൊക്കെ കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാവരും വിശ്വാസമാണ്. അത്തരത്തിൽ വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ആൽവൃക്ഷം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. കണ്ടില്ലേ, നേർക്കാഴ്ചയിൽ നല്ല ഭംഗിയാണ്. ആ താഴെ കാണുന്നതാണ് ആറ്റിങ്ങൽ നഗരൂർ റോഡ്. ഞങ്ങളും അതുവഴിയാണ് വന്നത്. ആൽവൃക്ഷം കണ്ടപ്പോഴത്തേക്ക് ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉണ്ണി ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടി ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. പുറകു വശത്തെ വ്യൂ സൂപ്പർ അല്ലേ?
ഭയങ്കര വെയിൽ. ഇനി നമുക്ക് ഈ മലയുടെ ടോപ്പിലേക്ക് ഒന്ന് നടക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പുറത്തൊരു മലയുടെ മുകളിൽ ഒരു വാട്ടർ ടാങ്കൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അങ്ങോട്ടും കോൺക്രീറ്റ് റോഡ് പണിതിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ നല്ല കാഴ്ചയാണ്. നല്ല വെയിലുണ്ട്, മഴയൊക്കെ മാറിയെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ മലയുടെ ടോപ്പിലോട്ടുള്ളൊരു യാത്ര ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ടൊക്കെ നല്ല കാഴ്ചകളുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി അവിടെയുള്ള കാഴ്ചകൾ കൂടി കാണാം. നല്ല വ്യൂ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മുകളിൽ താഴേന്ന് ഞങ്ങൾ കയറി വന്ന റോഡിൻ്റെ തുടർച്ച മുകളിലോട്ടും ഉണ്ട്, പക്ഷേ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഴയത്ത് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് നല്ല ഉരുളം പാറകൾ കിടക്കുന്നുണ്ടോ. അപ്പോഴേ ഇതിലൊന്നും ചവിട്ടി വീഴാതെ വേണം മുകളിലോട്ട് നടന്ന് കയറേണ്ടത്. കുട്ടികളെയായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തമിഴ്നാട്ടുകാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രവും പണിയും അതോടൊപ്പം തന്നെ അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാക്കി മാറ്റും. മുകളിലോട്ട് കയറും തോറും ക്ഷേത്രത്തിൻ്റെ വ്യൂ മനോഹരമാവുന്നു. അതാ കണ്ടില്ലേ, അടിപൊളി വ്യൂ അല്ലേ. ഈ മലയുടെ മുകളിൽ ധാരാളം കുറ്റിച്ചെടികളും പച്ചമരുന്നുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം. ഓണ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ കുറച്ചുകൂടി മനോഹരമായിരിക്കും. നമുക്കിത് പഴക്കമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് കയറ്റം കയറാൻ നല്ല പ്രയാസമുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ ബസ്സിൽ ആറ്റിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ലോങ്ങിലായിട്ട് ഈ മലയും ക്ഷേത്രവും ഒക്കെ കാണും. അന്നൊക്കെ ബസ്സിലിരുന്ന് ഒരുപാട് ആഗ്രഹിക്കും എന്നെങ്കിലും ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ. ഇപ്പോഴാണ് എന്തായാലും അതിനുള്ള വിധി ഉണ്ടായത്. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ ബസ്സിലിരുന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇവിടെ വരാൻ പറ്റാത്തവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണേ. എന്നാലേ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ മഞ്ഞണാത്തി, മരുതി എന്നൊക്കെ പറയുന്ന സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ പേരറിയാത്ത ഒരുപാട് സസ്യങ്ങളുമുണ്ട്. മുകളിലോട്ട് കയറുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വരുന്നു. നമ്മൾ വാഗമണിലെ തങ്ങൾപാറയിലേക്ക് പോകുന്നൊരു പ്രതീതി. ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്നവർ ഇവിടെ എന്തായാലും വന്ന് കാണണം കേട്ടോ. സിനിമ ഷൂട്ടിനും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനൊക്കെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പം തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആകാംക്ഷ കൂടി വരുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഭൂമി എത്ര മനോഹരമാണെന്ന് ചിന്തിച്ചു പോകുന്നത്. പൊന്മുടിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഉരുളം പാറകളില്ലേ, പുൽത്തകടിയൊക്കെ, അതേപോലെയുള്ള സ്ഥലം ഇവിടെയുണ്ട്. നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. കണ്ടില്ലേ, നമ്മൾ ആകാശത്തേക്ക് നടന്ന് കയറിയതുപോലെയുള്ളൊരു പ്രതീതി. നല്ല ഭംഗിയുണ്ട്. ഇവിടെ സോളാർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടേ, കണ്ടില്ലേ. ഡിസംബർ മാസത്തിലൊക്കെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് കിടന്ന പൊളിയായിരിക്കും. ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ ആയിരിക്കും. നല്ല നോക്കിയോ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഈ മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മുരുകൻ്റെ സങ്കല്പത്തിലൊരു ആൽത്തറയൊക്കെ ഉണ്ട്. വേല് കണ്ടില്ലേ. ചുമ്മാ പറഞ്ഞല്ലേ കേട്ടോ, 360 ഡിഗ്രി വ്യൂ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. ഏതറ്റം വരെ കാണാമെന്നറിയാമോ? 360 ഡിഗ്രി വ്യൂ. ഓ സൂപ്പർ അല്ലേ. ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കണം കേട്ടാ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലവും കൂടെയാണ് കേട്ടാ. ഇവിടെ താഴെ പാറക്കോറിയാണേ. ഇപ്പം പാറ പൊട്ടിക്കുന്നില്ല, പാറക്കോറി ആയിരുന്ന സ്ഥലമാണ്. നല്ല കുഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലം തൊട്ട് കറങ്ങി അതുവഴി ഒരു സേഫ്റ്റി വാള് നമ്മൾ നിർമ്മിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കമ്പി വേലി വെച്ചെങ്കിലും ഒരു സേഫ്റ്റി വാള് നമ്മൾ നിർമ്മിക്കണം കേട്ടാ. ഇത് ശരിക്കും ടൂറിസത്തിൽപ്പെടുത്തേണ്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ദൂരെയായിട്ട് വലിയ 1-2 ബിൽഡിങ് കാണുന്നുണ്ട്. അത് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ പാറയുടെ മുകളിൽ ധാരാളം പരുന്തുകളുണ്ടേ, കണ്ടോ, വട്ടമിട്ട് പറക്കുന്നു. വെള്ളിമേഘങ്ങൾ കൊണ്ട് കുതിരയുടെ ചിത്രം വരച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ ടൂറിസം ഒക്കെ ഡെവലപ്പായി വരികയാണെങ്കിലേ ഇവിടെ നിന്ന് ആ മലയിലോട്ടൊരു സ്കൈ സൈക്ലിങ് അല്ലെങ്കിൽ സിപ്പ് വേ ഇതൊക്കെ വെക്കാൻ കൊള്ളാം.
ഉണ്ണിക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഉണ്ണി മുന്നേ പോകുന്നത്. എന്തായാലും അതിൻ്റെ പിറകെ ഞാനും പോവുകയാണ്. നല്ല രസമുള്ള സ്ഥലം. സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷൻ ഇവിടെ. പാട്ടിരങ്ങൊക്കെ ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി കുറേ സമയം അവിടെ ചുറ്റി കിടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരു മരത്തിൻ്റെ ചൂടിൽ വന്നിരുന്ന് ക്ഷീണമൊക്കെ മാറ്റി ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.